ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിലേറെ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ പ്രൗഡ് ആവാറില്ലേ? നമ്മൾ ആ ചെയ്തത് കൊണ്ട് നമ്മൾ അഭിമാനം കൊള്ളാറില്ലേ? അതുപോലെ ഒരു മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഇപ്പോൾ അളന്നുകൊണ്ടിരിക്കുന്ന മാർബിൾ ഉണ്ടല്ലോ, വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട മോർവോഡ് കാറ്റഗറിയിൽപ്പെട്ട മാർബിളാണ്. ഇത് ലോഡ് ചെയ്യുന്നത് കൊല്ലം ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. ട്രിവാൻഡ്രം ഭാഗത്തുനിന്നും കൊല്ലം ഭാഗത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും ഒരുപാട് ലോഡുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ എറണാകുളം ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ലോഡുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കസ്റ്റമർ ആയിരുന്നു ഇത്. അവർ നമ്മുടെ ഷോപ്പിൽ വന്ന് മാർബിളെല്ലാം പർച്ചേസ് ചെയ്തു. ഞാൻ നാട്ടിലില്ലായിരുന്നു കേട്ടോ, ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്തായിരുന്നു അവർ വന്നിരുന്നത്. മെറ്റീരിയൽ വന്ന് അന്ന് തന്നെ അളന്ന് വെച്ചു. 2 ദിവസം കൊണ്ട് അവർ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി. സ്ഥിരം കൊല്ലം ഭാഗത്തേക്ക് വരുമ്പോൾ ഞങ്ങളൊരു വണ്ടിക്കാരനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ കൊല്ലം ഭാഗത്തുള്ള ഒരാളാണ്. അവർ കാലിക്കറ്റ് ഭാഗത്തോട്ടൊക്കെ വേറെ എന്തെങ്കിലും മെറ്റീരിയലുമായിട്ട് വരുമ്പോൾ റിട്ടേൺ പോകുന്ന സമയത്ത് ഞങ്ങൾ അതിനകത്തോട്ട് കയറ്റി വിടാറാണ് പതിവ്. ഈ കൊല്ലം ഭാഗം അതേപോലെ തന്നെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മാർബിൾ ഷോപ്പുകളുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നത്. ഇവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം 100 കിലോമീറ്ററോളം ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവർക്കൊക്കെ അവർക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ എന്തുകൊണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ച് നോക്കാറുണ്ട്. ഒരു കാരണം ചിലപ്പോൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടാതായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ വരുന്ന വിലയിലുള്ള വ്യത്യാസമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും ഞാൻ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യാറ് കേട്ടോ. ഞാൻ എൻ്റെ സെയിൽസ് ടീമിനോട്, ഗഫൂറിനോടാകട്ടെ, ജുനൈദിനോടാകട്ടെ, വിഷ്ണുവിനോടാകട്ടെ, അവരോടൊക്കെ പറയാറുള്ളത്, നിങ്ങളുടെ വീട്ടിലേക്ക് മാർബിൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സും. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ കസ്റ്റമറായിട്ടല്ല വരുന്നത്, അവർ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളായിട്ടാണ് വരുന്നത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഫോളോ ചെയ്ത് നമ്മളവരെ കാണുന്നില്ലെങ്കിലും നിങ്ങളെ ഒരുപാട് പ്രാവശ്യം അവർ കണ്ട് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മാർബിളിനകത്തുള്ള A to Z കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മാർബിൾ വാങ്ങുമ്പോൾ എങ്ങനെ വാങ്ങിക്കും അതുപോലെ വാങ്ങിക്കണം, അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഈ ഒരു കച്ചവടം നടത്താമെന്നുള്ളത് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആയിരിക്കും, അതൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കണം, അത് ഫീൽ ചെയ്തിട്ടായിരിക്കണം ഇതുപോലത്തെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ആളുകളൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ ഇതിലും കൂടുതൽ 2000-3000 സ്ക്വയർ ഫീറ്റൊക്കെ സെയിൽ ചെയ്യുമ്പോൾ കിട്ടാത്ത സന്തോഷം, മനസ്സിന് സന്തോഷം ഉണ്ടാവും. നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ഇത്രയും ദൂരത്ത് നിന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ വിശ്വസിച്ചിട്ട് മാർബിൾ പർച്ചേസ് ചെയ്ത് ഫുൾ പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കയറ്റി വിടുന്ന സമയത്ത് അതൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയല്ലേ. ഏതൊരാൾക്കും ഏതൊരു ബിസിനസ്സുകാരനും കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഈ മാർബിൾ സെയിലിൽ കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഓരോ അനുഭവങ്ങളാണ്. നിങ്ങൾക്കുണ്ടാവും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത് സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഇടാറ്, 1 മിനിറ്റ് വീഡിയോ. ഞാൻ അന്ന് നാട്ടിലില്ലായിരുന്നു, പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ, അതായത് എൻ്റെ വിഷ്ണുവും അതുപോലെ തന്നെ ഇവിടെയുള്ള സെയിൽസ് ടീം അവരെല്ലാം വീഡിയോ കറക്റ്റ് റെക്കോർഡ് ചെയ്തു. എനിക്കതെല്ലാം കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഇതിങ്ങനെ വലിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും മാർബിളോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്യാറ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ എൻ്റെ സെയിൽസ് ടീമിൻ്റെ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്